മാതിലാരും മുട്ടുന്നത് കേട്ടാണ് രാഹുൽ കണ്ണു തുറന്നത്. ബൂംബോയി ആയിരിക്കും, ഒന്ന് കിടന്നുറങ്ങാനും സമ്മതിക്കില്ല, മാറി എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ആണ് രാഹുൽ വാതിൽ തുറന്നത്. വിചാരിച്ച പോലെ റൂം ബോയ് ആയിരുന്നില്ല. ഓഫീസിൽ നിന്നും പ്യൂൺ രാജനാണ്. എന്താ രാജ, രാവിലെ ഇന്ന് അവധിയല്ലേ? രാഹുൽ ചോദിച്ചു. സാർ മറന്നോ, ഇന്ന് ഒരു വീട് ശരിയായിട്ടുണ്ട്. ഇനി ഈ ഹോട്ടലിൽ നിന്ന് മാറാം. ഇന്ന് പോയി കാണാം എന്നല്ലേ പറഞ്ഞിരുന്നത്? രാജൻ ചോദിച്ചു. ഓ ശരിയാ, ഞാൻ മറന്നു. ഞാൻ താഴെ താൻ താഴെ പോയി നിന്നോ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് രാഹുൽ ഡോറടച്ചു. പേഴ്സിൽ നിന്നും സ്വാതിയുടെ ഫോട്ടോ എടുത്ത് അവൻ നോക്കി. അവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ഒരു വീട് എടുത്ത് വേണം അവളെയും കിച്ചുവിനെയും കൂട്ടി കൊണ്ടുവരാൻ. കിച്ചുവിന് 1 വയസ്സ് തികയുന്നതേ ഉള്ളൂ. പെട്ടെന്ന് ട്രാൻസ്ഫർ ആണെന്ന് അറിഞ്ഞപ്പോൾ അവൾ തന്നെയാണ് പറഞ്ഞത്, രാഹുൽ പൊയ്ക്കോളൂ, ഞങ്ങൾ തൽക്കാലം എൻ്റെ വീട്ടിൽ തന്നെ നിന്നോളാമെന്ന്. പ്രണയവിവാഹമായതിനാൽ അച്ഛൻ അന്നു മുതൽ എതിർപ്പായിരുന്നു. ഫോൺ റിങ് ചെയ്ത് ശബ്ദം കേട്ടാണ്